ഹലോ ഗായ്സ്, ദ ഷേപ്പ് ഓഫ് വാട്ടർ എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 1962 കാലഘട്ടത്തിലെ കഥയായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ നമ്മളുടെ കഥയിലെ നായികയായ എലീസയെ കാണിക്കുകയാണ്. നമുക്ക് അവളെ ആലീസ് എന്ന് വിളിക്കാം. ആലീസ് ജനിച്ച ഉടനെ തന്നെ അവളുടെ പാരൻസ് അവളെ നദിക്കരയിൽ ഉപേക്ഷിക്കുകയാണ്. ജന്മന കഴുത്തിൽ അവൾക്ക് 3 മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംസാരിക്കാനും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മോശം സിറ്റുവേഷനിലൂടെയാണ് അവൾ വളർന്നു വന്നത്. ഒരു സിനിമാ തിയേറ്ററിൻ്റെ മുകളിലെ അപ്പാർട്ട്മെൻറ്റിൽ വളരെ വൃത്തിഹീനമായ ചുറ്റുപാടിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അവൾ താമസിച്ചിരുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന സ്വവർഗ അനുരാഗിയായ ഒരു മധ്യവയസ്കനും കൂടെ ജോലി ചെയ്യുന്ന ഒരു ലേഡി ഫ്രണ്ടും മാത്രമാണ് ആലീസിന് ജീവിതത്തിൽ ആകെയുള്ള ഫ്രണ്ട്സ്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സീക്രട്ട് സ്പേസ് റിസർച്ച് സെൻറ്ററിൽ ക്ലീനിങ് സെക്ഷനിലാണ് അവൾ ജോലി ചെയ്യുന്നത്. ആലീസിന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ആ ലേഡി ഫ്രണ്ട് എപ്പോഴും അവളുടെ സഹായത്തിന് അവളുടെ കൂടെ തന്നെ ഉണ്ടാകും. മറ്റു ജോലിക്കാർക്കാർക്കും ആലീസിനെ അത്ര കാര്യമൊന്നുമല്ല. അങ്ങനെയിരിക്കെ ഈ ലാബിലേക്ക് ഒരു പ്രത്യേക തരം ജീവിയെ കൊണ്ടുവരുന്നു. കടലിനടിയിലുള്ള ഒരു ജീവിയാണ് അത്. കൂടുതൽ പരീക്ഷണങ്ങൾക്കായാണ് അതിനെ ഈ ലാബിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വലിയ വാട്ടർ ടാങ്കിലാണ് അതിനെ ഇട്ടുവച്ചിരിക്കുന്നത്. ക്ലീനിങ്ങിനിടയിൽ ആലീസ് അതിനെ കാണാനിടയാകുന്നു. കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷൻ ആ ജീവിയോട് അവൾക്ക് തോന്നുകയാണ്. അടുത്ത ദിവസം ആലീസും വൃദ്ധനായ ആ ഫ്രണ്ടും അവർ സ്ഥിരം വരുന്ന ബേക്കറിയിലേക്ക് വരികയാണ്. ആ വൃദ്ധനായ ഫ്രണ്ട് ഒരു ഗേ ആയതുകൊണ്ട് തന്നെ ആ ബേക്കറിയിലെ ഉടമയോട് ഒരു പ്രത്യേക താല്പര്യം അയാൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ബേക്കറിയിൽ നിന്നും കേക്ക് വാങ്ങിക്കുമായിരുന്നു. ആലീസിനാണെങ്കിൽ ആ കേക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. അടുത്ത സീനിൽ പതിവ് പോലെ ജോലിക്കെത്തുന്ന ആലീസും ഫ്രണ്ടും ബാത്റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഈ റിസർച്ച് സെൻറ്ററിൻ്റെ ക്യാപ്റ്റൻ വരികയാണ്. എന്നിട്ട് 2 ലേഡീസ് അവിടെ നിൽക്കുന്നത് പോലും വകവയ്ക്കാതെ അയാൾ യൂറിൻ പാസ് ചെയ്യുന്നു. അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു ബ്ലാക്ക് കളർ ഇലക്ട്രിക് സ്റ്റിക്ക് ഉണ്ടാകും. ചെറിയ തോതിൽ ഷോക്ക് അടിപ്പിക്കാനാണ് അയാൾ അത് ഉപയോഗിക്കുന്നത്. അതിൽ തൊടരുതെന്ന് ആലീസിനോട് ക്യാപ്റ്റൻ പറയുന്നു. ക്യാപ്റ്റൻ പോയതിനു ശേഷം ആ സ്റ്റിക്കിൽ നിന്നും വാഷ് ബേസിനിൽ ബ്ലഡ് ആയത് അവർ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം അവർ അവരുടെ ജോലി തുടരുന്നു. അപ്പോഴാണ് ആ കടലിൽ നിന്നും കിട്ടിയ ജീവിയെ ഇട്ടുവച്ചിരിക്കുന്ന റൂമിൽ നിന്നും നിലവിളി കേൾക്കുന്നത്. എന്നിട്ട് കയ്യിൽ നിന്നും ചോരയും ഒലിപ്പിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഇറങ്ങി വരുന്നു. ജോലിക്കാർ വന്ന് ക്യാപ്റ്റനെ ഉടനെ തന്നെ അവിടെ നിന്നും മാറ്റുന്നു. റൂമിൽ വീണ ബ്ലഡ് ക്ലീൻ ചെയ്യാൻ ആലീസിനെയും ലേഡി ഫ്രണ്ടിനെയും ഏൽപ്പിക്കുന്നു. ക്ലീനിങ്ങിനിടയിൽ ക്യാപ്റ്റന്റെ മുറിഞ്ഞു വീണ 2 വിരലുകൾ ആലീസിന് കിട്ടുന്നു. അവൾ അത് ലാബിന്റെ ഹെഡിനെ ഏൽപ്പിക്കുന്നു. അതിനിടയിലാണ് ആ ജീവിയെ അവൾ ശരിക്കും കാണുന്നത്. വീട്ടിലെത്തുന്ന ആലീസ് അന്നുണ്ടായ കാര്യങ്ങൾ അവളുടെ വൃദ്ധനായ ആ ഫ്രണ്ടിനോട് പറയുകയാണ്. അടുത്ത ദിവസം പതിവ് പോലെ അവൾ ജോലിക്കെത്തുന്നു. ജോലിക്കിടയിൽ വാട്ടർ ടാങ്കിൽ അവൾ ആ ജീവിയെ നോക്കി. ബട്ട് അതവിടെ ഉണ്ടായിരുന്നില്ല. അതിനെ തൊട്ടടുത്തുള്ള പൂളിലേക്ക് മാറ്റിയിരുന്നു. അതിൻ്റെ കയ്യിലും കഴുത്തിലുമെല്ലാം ചങ്ങലയിട്ടിരുന്നു. അവൾ ആ ജീവിക്ക് വേണ്ടി ഒരു പുഴുങ്ങിയ മുട്ട കൊണ്ടുവന്നിരുന്നു. ആ പുഴുങ്ങിയ മുട്ട അതിന് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് പൂളിൽ നിന്നും ഉയർന്നു വരുന്നു. മനുഷ്യനെ പോലെ 2 കാലിൽ നിൽക്കാനും വെള്ളത്തിലും കരയിലും ഒരേപോലെ ശ്വസിക്കാനും കഴിയുന്ന ഒരു ജീവിയായിരുന്നു അത്. അത് ആലീസിൻ്റെ കയ്യിൽ നിന്നും ആ മുട്ട വാങ്ങി കഴിക്കുന്നു. അങ്ങനെ ആ ജീവിക്കും ആലീസിനുമിടയിൽ ഒരു അടുപ്പമുണ്ടാവുകയാണ്. അടുത്ത ദിവസം ക്യാപ്റ്റൻ ആലീസിനെയും ലേഡി ഫ്രണ്ടിനെയും ക്യാപ്റ്റന്റെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. ഈ ലാബിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ വളരെ രഹസ്യ സ്വഭാവമുള്ള പരീക്ഷണങ്ങൾ ആയതിനാൽ ഇവർ വിശ്വസ്തരാണോ എന്നറിയാനാണ് ക്യാപ്റ്റൻ അങ്ങനെ ചെയ്യുന്നത്. കൂട്ടത്തിൽ തൻ്റെ വിരലുകൾ കണ്ടുപിടിച്ചു തന്നതിന് ക്യാപ്റ്റൻ ആലീസിനോട് താങ്ക്സ് പറയുന്നു. സംസാരിക്കുന്നതിനിടയിൽ ആലീസിന്റെ കഴുത്തിലെ പാട് ക്യാപ്റ്റൻ കാണുന്നു. അത് അവൾക്ക് ജന്മന ഉള്ളതാണ് എന്ന് ലേഡി ഫ്രണ്ട് പറയുന്നു. അപ്പോഴാണ് ആലീസിന് സംസാരിക്കാൻ കഴിയില്ല എന്ന കാര്യം ക്യാപ്റ്റൻ അറിയുന്നത്. അതിനുശേഷം ആ ജീവിയെക്കുറിച്ച് ക്യാപ്റ്റൻ അവരോട് പറയുകയാണ്. അതിനെ കടലിനടിയിൽ നിന്നാണ് കിട്ടിയത്. ഒരു പ്രത്യേക തരം മനുഷ്യർ അതിനെ ദൈവമായിട്ടാണ് കാണുന്നത്. അത് മനുഷ്യനെ പോലെ 2 കാലിൽ നിൽക്കുമെങ്കിലും വളരെ അപകടകാരിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനോട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കരുത്. നിങ്ങളുടെ ആ റൂമിലെ ജോലി കഴിഞ്ഞാലുടൻ അവിടം വിട്ടു പോകണം എന്നൊക്കെ ക്യാപ്റ്റൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ക്യാപ്റ്റൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആലീസ് മൈൻഡ് ചെയ്യാതെ ആ ജീവിയുമായി കൂടുതൽ അടുക്കുന്നു. ആലീസിന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ സൈഡ് ലാംഗ്വേജിലായിരുന്നു ആ ജീവിയുമായി സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായിരുന്നു. അവൾ ആ ജീവിക്ക് പുഴുങ്ങിയ മുട്ട കൊണ്ടുവന്ന് കൊടുക്കും. അതിനൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കും. അതിനിഷ്ടമുള്ള പാട്ടെല്ലാം കേൾപ്പിക്കും. അതിനൊപ്പം അവൾ ചുവട് വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ജീവി ആലീസ് വരുന്നതും കാത്തിരിക്കുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റായ ഡോക്ടർ കാണുന്നുണ്ടായിരുന്നു.
ആ ഡോക്ടർ റഷ്യയുടെ ചാരനായിരുന്നു. ആ ജീവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം തന്നെ റഷ്യൻ ഭരണാധികാരികളെ അയാൾ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവിയെ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ തകർക്കാനുള്ള പരിപാടികൾ റഷ്യയും ആസൂത്രണം ചെയ്തിരുന്നു. അടുത്ത സീനിൽ ആലീസിന്റെ ലേഡി ഫ്രണ്ട് ജോലി ചെയ്ത് മടുത്തപ്പോൾ ഫ്രണ്ട്സിനൊപ്പം സ്മോക്ക് ചെയ്യാനായി ആലീസിനെയും കൂടെ കൂട്ടുന്നു. സ്മോക്ക് ചെയ്യുന്ന കാര്യം CCTVയിലൂടെ ആരും കാണാതിരിക്കാൻ ബ്രേക്ക് ടൈമിൽ സെക്യൂരിറ്റി ക്യാമറ അല്പം ഉയർത്തിവെച്ച് അവരെ കാണാത്ത വിധമായിരുന്നു അവർ സ്മോക്ക് ചെയ്യുന്നത് എന്ന കാര്യം ആലീസ് മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം ആലീസ് ആ ജീവിയുടെ അടുത്തെത്തുമ്പോൾ അവൾക്ക് കാണാനായത് വാട്ടർ ടാങ്കിന് പുറത്ത് കൈയും കാലും കെട്ടിയിട്ട് ദേഹത്തു നിന്നും രക്തം ഒലിക്കുന്ന നിലയിലായിരുന്നു. അവൾക്കത് സഹിക്കാനായില്ല. ആ സമയത്താണ് അവിടേക്ക് ക്യാപ്റ്റൻ വരുന്നത്. ക്യാപ്റ്റൻ കാണാതിരിക്കാനായി ആലീസ് ആ റൂമിന്റെ തന്നെ ഒരു ഭാഗത്ത് മറഞ്ഞിരിക്കുന്നു. ക്യാപ്റ്റൻ ആ ജീവിയുടെ അടുത്ത് വന്ന് ദേഷ്യത്തോടെ അതിനോട് സംസാരിക്കുകയും കയ്യിലുള്ള ഇലക്ട്രിക് സ്റ്റിക്ക് വെച്ച് ദേഹത്ത് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജീവിയെ അവിടെയിട്ട് പീഡിപ്പിക്കുന്നതിൽ ക്യാപ്റ്റൻ ആനന്ദം കണ്ടെത്തിയിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ക്യാപ്റ്റന്റെ സീനിയർ ഓഫീസറും ലാബിന്റെ ഹെഡും റഷ്യൻ ചാരനായ ആ ഡോക്ടറും വരുന്നു. ക്യാപ്റ്റൻ സീനിയർ ഓഫീസറോട് പറയുകയാണ്, ഇനി ഇതിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിനെ കൊന്ന് വെട്ടിമുറിക്കണം എന്ന്. എന്നാൽ ഡോക്ടർക്ക് ഈ ജീവിയോട് കുറച്ച് സഹതാപമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ അവരോട് പറയുകയാണ്, ഈ ജീവിക്ക് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റും. ഇതിനെ കൊല്ലാതെ തന്നെ നമുക്ക് പരീക്ഷണങ്ങൾ ചെയ്യാൻ സാധിക്കില്ലേ എന്ന്. എന്നാൽ അയാളുടെ വാക്കുകൾ ആരും തന്നെ കേൾക്കുന്നില്ല. ഇതേ സമയം ആലീസ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത് ഡോക്ടർ കാണുന്നുണ്ട് എങ്കിലും അയാൾ അക്കാര്യം ആരോടും തന്നെ പറയുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ആലീസ് ആ ജീവിയെ അവിടെ നിന്നും രക്ഷിക്കാൻ വേണ്ടി തൻ്റെ വൃദ്ധനായ ഫ്രണ്ടിനോട് സഹായം ചോദിക്കുന്നു. എന്നാൽ അയാൾ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് അയാൾ ആ ബേക്കറിയിലേക്ക് പോകുന്നു. ഉടമയുമായി സംസാരിക്കുന്നു. സംസാരത്തിനിടയിൽ അയാൾ ഉടമയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. കാരണം അയാൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉടമയോട് ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഉടമയ്ക്ക് അതത്ര രസിച്ചില്ല. അപ്പോഴാണ് ആ ബേക്കറിയിലേക്ക് കറുത്ത വർഗ്ഗക്കാരായ കപ്പിൾസ് വരുന്നത്. ഉടമ അവരെ ചീത്ത പറഞ്ഞ് അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. അതോടൊപ്പം ആലീസിന്റെ വൃദ്ധനായ ഫ്രണ്ടിനോടും കടയിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറയുന്നു. അക്കാലത്തെ വർണ്ണവിവേചനത്തിന്റെ ഇരുണ്ട മുഖം നമുക്കിവിടെ കാണാൻ കഴിയും. അതുമാത്രമല്ല, ആലീസിന്റെ ഫ്രണ്ടിനെ പോലെ സ്വവർഗാനുരാഗികളായ ആൾക്കാരെയും അക്കാലത്ത് സമൂഹം അംഗീകരിച്ചിരുന്നില്ല. അയാൾക്കത് സഹിക്കാനായില്ല. ആ വിഷമത്തിൽ അയാൾ ആലീസിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ആലീസിനോട് പറയുകയാണ്, എനിക്ക് ഈ ലോകത്ത് സംസാരിക്കാൻ നീ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ സഹായിക്കാം. നിനക്ക് എന്താണ് വേണ്ടത്? ആ ജീവിയെ അവിടെ നിന്നും രക്ഷിക്കണം. അതിന് ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. ഈ സമയത്ത് ഡോക്ടർ വീണ്ടും റഷ്യൻ ഭരണാധികാരികളെ കാണുകയാണ്. അവർ ഡോക്ടറിനോട് ആ ജീവിയെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ആ ജീവിയെ കൊല്ലാൻ ആവശ്യമായ വിഷവും ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാൻ ആവശ്യമായ ചെറിയ തോതിലുള്ള ഒരു സ്ഫോടക വസ്തുവും ഡോക്ടർക്ക് കൊടുക്കുന്നു. സ്ഫോടകമുണ്ടാക്കി ഇലക്ട്രിസിറ്റി കട്ടാകുന്ന സമയത്ത് വിഷം കുത്തിവെച്ച് ആ ജീവിയെ കൊല്ലാനായിരുന്നു റഷ്യ പ്ലാൻ ചെയ്തിരുന്നത്. ഇതേ സമയം ആലീസ് ആ ജീവിയെ ലാബിൽ നിന്നും കടത്തിക്കൊണ്ടു പോകാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഇതൊക്കെ കാണുന്ന ലേഡി ഫ്രണ്ട് ഇവൾ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. ആലീസ് തൻ്റെ വൃദ്ധനായ ഫ്രണ്ടിനോട് ഒരു ലോണ്ടറി വാനുമായി ലാബിലേക്ക് വരാൻ പറയുന്നു. അതിൽ ആ ജീവിയെ കടത്തിക്കൊണ്ടുവരാനാണ് അവരുടെ പ്ലാൻ. അങ്ങനെ അന്നേ ദിവസത്തെ ജോലി സമയം കഴിഞ്ഞ് എല്ലാവരും പോകാനുള്ള ടൈം ആയപ്പോൾ ആലീസ് സെക്യൂരിറ്റി ക്യാമറ അല്പം ഉയർത്തി വയ്ക്കുന്നു. ഇതേ സമയം ഡോക്ടർ ആ ജീവിയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമമെന്നോണം ക്യാപ്റ്റനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് CCTVയിൽ സെക്യൂരിറ്റി ക്യാമറയുടെ പൊസിഷൻ മാറിയ കാര്യം ഡോക്ടർക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് ഡോക്ടർ അവിടേക്ക് വന്നു നോക്കുന്നു. അപ്പോൾ കാണുന്നത് ആലീസ് ആ ജീവിയുടെ ചങ്ങല അഴിക്കാൻ നോക്കുന്നതാണ്. ഡോക്ടർക്കും ആ ജീവിയെ രക്ഷിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ചങ്ങല അഴിക്കാനുള്ള കീ എടുത്ത് ആലീസിന് ഡോക്ടർ കൊടുക്കുന്നു. ഇതേ സമയം ആലീസ് ജോലി സമയം കഴിഞ്ഞിട്ടും പുറത്തേക്ക് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ലേഡി ഫ്രണ്ട് ആലീസിനെ തിരയുകയായിരുന്നു. അപ്പോൾ അവൾക്ക് കാണാനായത് ആ ജീവിയെ ലോണ്ടറി ബാഗിൽ ഒളിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആലീസിനെയാണ്. ലേഡി ഫ്രണ്ട് ആലീസിനെ തടയുന്നു. എന്നാൽ ഇതിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ ലേഡി ഫ്രണ്ട് ആലീസിനെ സഹായിക്കുകയാണ്. ഇതേ സമയം ആലീസിന്റെ വൃദ്ധനായ ഫ്രണ്ട് ലാബിന്റെ എൻട്രിയിൽ ലോണ്ടറി വാനുമായി എത്തുന്നത് സെക്യൂരിറ്റി ക്യാമറ വഴി ക്യാപ്റ്റൻ കാണുന്നു.
ഈ സമയത്ത് ഇങ്ങനെ ഒരു വാൻ ഇവിടെ വരേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അവിടേക്ക് ചെന്ന് നോക്കുന്നു. ഇതേ സമയം ഡോക്ടർ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുന്നു. എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ജീവിയെ കൊല്ലാനുള്ള വിഷം ഉപയോഗിച്ച് സെക്യൂരിറ്റി ഗാർഡിനെ ആക്രമിച്ച് വൃദ്ധനായ ഫ്രണ്ടിനോട് ആലീസിൻ്റെ അടുത്തേക്ക് വേഗം ചെല്ലാൻ പറയുന്നു. ആലീസും ലേഡി ഫ്രണ്ടും എങ്ങനെയൊക്കെയോ ആ ജീവിയെ വാനിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അവർ പോയതിനു ശേഷമാണ് ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് വന്നത്, എന്താണ് ഉണ്ടായത് എന്നൊന്നും അയാൾക്ക് മനസ്സിലായില്ല. ക്യാപ്റ്റൻ വേഗം പൂളിലേക്ക് ചെന്ന് നോക്കുന്നു. അവിടെ ആ ജീവിയെ കാണുന്നില്ലായിരുന്നു. അപ്പോഴാണ് ക്യാപ്റ്റൻ തിരിച്ചറിയുന്നത് അതിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന്. അയാൾക്ക് ദേഷ്യം അടക്കാനായില്ല. അയാൾ അവിടെ കിടന്ന് അലറുകയാണ്. ലാബിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആ ജീവിയെ ആലീസ് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് ബാത്ത് ടബിൽ വെള്ളം നിറച്ച് അതിൽ കിടത്തുന്നു. അടുത്തുള്ള കനാലിൽ മഴ പെയ്ത് വെള്ളം നിറയുമ്പോൾ ആ കനാൽ കടലിലേക്ക് തുറക്കും. ഒക്ടോബർ 10 ആ കനാൽ കടലിലേക്ക് തുറക്കുന്നത്. അവൾ ആ ഡേറ്റ് റൂമിൽ കുറിച്ചു വയ്ക്കുന്നു. കനാൽ ഓപ്പൺ ആകുന്ന സമയത്ത് ആ ജീവിയെ കടലിലേക്ക് തിരിച്ചുവിടാനാണ് ആലീസിന്റെ പ്ലാൻ. ലാബിൽ ആർക്കും സംശയമൊന്നും തോന്നാതിരിക്കാൻ ആലീസും ലേഡി ഫ്രണ്ടും അടുത്ത ദിവസം കൃത്യമായി തന്നെ ജോലിക്കെത്തുന്നു. ആ ജീവിയെ നോക്കാൻ ആ വൃദ്ധനായ ഫ്രണ്ടിനെ ഏൽപ്പിക്കുന്നു. അയാൾ അതിനോട് സംസാരിച്ച് അതിൻ്റെ ചിത്രമൊക്കെ വരയ്ക്കുന്നു. ഈ സമയം ലാബിൽ ക്യാപ്റ്റൻ ആലീസിനെയും ലേഡി ഫ്രണ്ടിനെയും ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് ഇവിടെ നടന്ന കാര്യത്തെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്നൊക്കെ അന്വേഷിക്കുന്നു. അവർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അപ്പാർട്ട്മെന്റിലാവട്ടെ ആ ജീവിയോട് സംസാരിച്ച് അതിൻ്റെ പടവും വരച്ചിരുന്ന ആ വൃദ്ധനായ ഫ്രണ്ട് ഉറങ്ങിപ്പോകുന്നു. ഈ തക്കത്തിന് ബാത്റൂമിൽ നിന്നും ആ ജീവി റൂമിലേക്ക് ഇറങ്ങുന്നു. അപ്പോഴാണ് വൃദ്ധനായ ഫ്രണ്ടിന്റെ പൂച്ചയെ ആ ജീവി കാണുന്നത്. പൂച്ച ഈ ജീവിയെ കണ്ടതും ഒച്ച വയ്ക്കുന്നു. ഈ ശബ്ദം കേട്ട് വൃദ്ധനായ ഫ്രണ്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് റൂമിൽ വന്ന് നോക്കുമ്പോൾ ആ ജീവി ആ പൂച്ചയെ കൊന്നു കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കാണുന്ന ആലീസിന്റെ ഫ്രണ്ട് ശബ്ദമുണ്ടാക്കുന്നു. അയാളുടെ ശബ്ദം കേട്ട് ഈ ജീവി പേടിച്ച് പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഓട്ടത്തിനിടയിൽ ആ ജീവിയുടെ കൈ കൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹത്ത് മുറിവുണ്ടാകുന്നു. ഇതേ സമയം ഡോക്ടറോട് ആ ജീവിയെ കനാൽ വഴി കടലിലേക്ക് ഇറക്കി വിടുന്നതിനെ പറ്റി പറഞ്ഞു നിൽക്കുന്ന ആലീസിന് ഒരു അർജന്റ് കോള് വരുന്നു. അവൾ ഉടനെ തന്നെ അപ്പാർട്ട്മെന്റിൽ വന്നു നോക്കുമ്പോൾ അവളുടെ വൃദ്ധനായ ഫ്രണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നു. എന്നിട്ട് ആ ജീവി പുറത്തേക്കാണ് ഓടിപ്പോയത്. അതിനെ വേഗം കണ്ടുപിടിക്കാൻ അവളോട് പറയുന്നു. ആലീസ് പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ഭിത്തിയിലെല്ലാം ചോരപ്പാടുകൾ കാണുന്നു. ആ ചോരപ്പാടുകൾ പിന്തുടർന്നു പോയപ്പോൾ ആ ജീവി തിയേറ്ററിൽ സിനിമയും കണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആലീസ് ആ ജീവിയെയും കൂട്ടി തിരിച്ച് അപ്പാർട്ട്മെന്റിൽ എത്തുന്നു. താൻ കാരണമാണ് ആലീസിന്റെ ഫ്രണ്ടിന്റെ കൈ മുറിഞ്ഞതെന്ന് ആ ജീവി തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിലെ മുറിവിൽ ആ ജീവി കൈവച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ ആ ജീവിയുടെ ദേഹത്തു നിന്നും ഒരു നീല വെളിച്ചമുണ്ടാകുന്നു. അങ്ങനെ പതിയെ പതിയെ അയാളുടെ കയ്യിലെ മുറിവ് മാറി വരുന്നു. ദിവസങ്ങൾ പോകെ പോകെ ആലീസും ആ ജീവിയും തമ്മിൽ കൂടുതൽ അടുക്കുന്നു. എന്നിട്ട് അവർ ഡിങ്കോൾഫിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ആലീസിന്റെ വൃദ്ധനായ ഫ്രണ്ടും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ആലീസ് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ തൻ്റെ ലേഡി ഫ്രണ്ടിനോട് പറയുന്നു. അവൾ നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞ് ആലീസിനെ കളിയാക്കുന്നു. അടുത്ത സീനിൽ ഡോക്ടറുടെ മേൽ ഡൗട്ട് തോന്നുന്ന ക്യാപ്റ്റൻ ഡോക്ടറെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ക്യാപ്റ്റന്റെ തുന്നിക്കൂട്ടിയ വിരലുകൾ അഴുകാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ നിന്നും ദുർഗന്ധവും വരുന്നുണ്ട്. അത് ക്യാപ്റ്റനും മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം ആലീസ് ആ ജീവിയുമായി കൂടുതൽ ക്ലോസ് ആവാൻ വേണ്ടി ബാത്റൂമിന്റെ ഡോറെല്ലാം അടച്ച് വിടവുകളിൽ തുണി വെച്ച് പൈപ്പുകൾ എല്ലാം തന്നെ തുറന്നിട്ട് ബാത്റൂം ഒരു ബാത്ത് ടബാക്കി മാറ്റി ആ ജീവിയുമായി വെള്ളത്തിനടിയിൽ വെച്ച് ഡിങ്കോൾഫി ചെയ്യുന്നു. അടുത്ത ദിവസം ഉറക്കത്തിൽ നിന്നും എണീറ്റ് വരുന്ന ആലീസിന്റെ വൃദ്ധനായ ഫ്രണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു. തൻ്റെ കഷണ്ടി തലയിൽ പുതിയ രോമങ്ങൾ കിളിർത്തിരിക്കുന്നു. ആ ജീവി ഉണ്ടാക്കിയ മുറിവ് ഒരു പാടുപോലുമില്ലാതെ പൂർണ്ണമായും കരിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല അയാൾക്ക് ആദ്യത്തേതിലും കുറച്ച് ആരോഗ്യമൊക്കെ വന്നിരിക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് തിയേറ്ററിന്റെ ഉടമ വന്ന് പറയുന്നത് താഴേക്ക് വെള്ളം ഒഴുകി വരുന്നുണ്ട്, മുകളിൽ പൈപ്പ് വല്ലതും പൊട്ടിക്കാണും, അത് വേഗം ശരിയാക്കണം എന്ന്. എന്നാൽ ആലീസിന്റെ ഫ്രണ്ടിന് കാര്യങ്ങൾ എന്തൊക്കെയോ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആലീസിന്റെ റൂമിലെത്തുന്നു. അപ്പോൾ അയാൾക്ക് കാണാൻ സാധിച്ചത് ബാത്റൂമിന്റെ വിടവുകളിലൂടെ വെള്ളം പുറത്തേക്ക് തള്ളുന്നതാണ്. അയാൾ എങ്ങനെയൊക്കെയോ ബാത്റൂമിന്റെ ഡോർ തുറന്നു നോക്കുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആലീസിനെയും ആ ജീവിയെയുമാണ് കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് ആലീസിനോട് അയാൾ തലയിൽ പുതിയ മുടി വന്ന കാര്യവും മുറിവ് കരിഞ്ഞ കാര്യവുമെല്ലാം തന്നെ പറയുന്നു. അങ്ങനെയിരിക്കെ മഴ ആരംഭിക്കുന്നു. കനാലിൽ വെള്ളം ഉയരാൻ തുടങ്ങി. ആ ജീവിയെ കടലിലേക്ക് പറഞ്ഞയക്കാനുള്ള സമയമായിരിക്കുന്നു. കരയിൽ ഏറെ ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ജീവി ആകെ അവശനാണ്.
അതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം തന്നെ അടർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ക്യാപ്റ്റന്റെ സീനിയർ ഓഫീസർ ആ ജീവിയെ കണ്ടുപിടിക്കാത്തതിൻ്റെ പേരിൽ ക്യാപ്റ്റനെ ഒരുപാട് വഴക്ക് പറയുന്നു. ക്യാപ്റ്റന് ഇത് കേട്ട് നല്ലോണം തന്നെ ദേഷ്യം വരുന്നു. വിരലുകളാണെങ്കിൽ നാൾക്കുനാൾ അഴുകി ഒരു വല്ലാത്ത അവസ്ഥയിലുമാണ്. അപ്പാർട്ട്മെൻറ്റിൽ ആ ജീവിയുടെ അവസ്ഥ വളരെ അധികം മോശം സ്ഥിതിയിലായിരിക്കുന്നു. ഈ കാര്യം ആലീസ് ലേഡി ഫ്രണ്ടിനോട് പറയുകയാണ്. ലേഡി ഫ്രണ്ട് ഇക്കാര്യം ഡോക്ടറെ അറിയിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും നടക്കുന്നില്ല. ക്യാപ്റ്റനും ലാബിൻ്റെ ഹെഡും കൂടി ഡോക്ടറെ ഫോളോ ചെയ്യുകയായിരുന്നു. ഡോക്ടർ ആണെങ്കിൽ പതിവ് സ്ഥലത്ത് റഷ്യൻ ഭരണാധികാരികളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടേക്ക് കാറിൽ കുറച്ചു പേർ വന്ന് ഡോക്ടറെ വെടിവെക്കുന്നു. കാരണം ഡോക്ടർ ആ ജീവിയെ കൊന്നില്ലല്ലോ. മാത്രവുമല്ല ഇയാൾ റഷ്യയുടെ ചാരനുമാണ്. ഇനിയെങ്ങാനും ഡോക്ടർ പിടിക്കപ്പെട്ടാൽ റഷ്യയ്ക്ക് അത് വളരെ അപമാനകരമായിരിക്കും. അതുകൊണ്ടാണ് അവർ ഡോക്ടറെ കൊല്ലാൻ നോക്കുന്നത്. എന്നാൽ ഡോക്ടറെ പിന്തുടർന്ന് അവിടെ എത്തുന്ന ക്യാപ്റ്റൻ ഡോക്ടറെ വെടിവെച്ചവരെ കൊന്നുകളയുന്നു. ഡോക്ടർ ഒരു റഷ്യൻ ചാരനാണെന്ന് ക്യാപ്റ്റന് മനസ്സിലാവുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ ഡോക്ടറെ ഒരുപാട് ഉപദ്രവിക്കുന്നു. എന്നിട്ട് ആ ജീവിയെ ആരാണ് കൊണ്ടുപോയത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന ഡോക്ടറിൽ നിന്നും ക്യാപ്റ്റന് കിട്ടുന്നു. ക്യാപ്റ്റൻ നേരെ ആലീസിൻ്റെ ലേഡി ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തുന്നു. എന്നിട്ട് അവരോട് ആ ജീവിയെ ആരാണ് കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നു. പേടിച്ചു പോയ ലേഡി ഫ്രണ്ടിൻ്റെ ഭർത്താവ് ആലീസ് ആയിരിക്കും അതിനെ കൊണ്ടുപോയത് എന്ന് പറയുന്നു. ഇത് കേട്ടതും ക്യാപ്റ്റൻ നേരെ ആലീസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അയാൾ അവിടെ നിന്ന് പോയതും ലേഡി ഫ്രണ്ട് ആലീസിനെ വിളിച്ച് കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നു. ആലീസിൻ്റെ വീട്ടിൽ ക്യാപ്റ്റൻ എത്തുന്നുണ്ട് എങ്കിലും ആലീസും വൃദ്ധനായ ഫ്രണ്ടും കൂടി ആ ജീവിയെ കനാലിൻ്റെ അടുത്ത് എത്തിക്കുന്നു. ഇതേ സമയം ആലീസിൻ്റെ റൂമിൽ കുറിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ക്യാപ്റ്റന് മനസ്സിലാകുന്നു. എന്നിട്ട് കനാലിൻ്റെ അവിടേക്ക് ക്യാപ്റ്റനും എത്തുന്നു. വൃദ്ധനായ ഫ്രണ്ടിനെ ക്യാപ്റ്റൻ അടിച്ചു വീഴ്ത്തുന്നു. എന്നിട്ട് ആ ജീവിയെയും ആലീസിനെയും വെടിവെച്ച് വീഴ്ത്തുന്നു. വെടികൊണ്ടതും ആലീസ് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റന്റെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് ആ ജീവി എഴുന്നേറ്റ് വരുന്നു. അതിന്റെ ശക്തി കൊണ്ട് മരണത്തെ വരെ അത് തോൽപ്പിച്ചിരിക്കുന്നു. ആ ജീവി ആലീസിനെ കൊന്ന ക്യാപ്റ്റന്റെ കഴുത്ത് മുറിച്ച് അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അപ്പോഴേക്കും ആലീസിന്റെ ലേഡി ഫ്രണ്ടും അവിടേക്ക് എത്തുന്നു. ആ ജീവി ആലീസിനെയും എടുത്ത് കനാലിലേക്ക് ചാടുന്നു. വെള്ളത്തിൽ വെച്ച് ആ ജീവി ആലീസിനെ കിസ് ചെയ്യുകയാണ്. അതോടെ അവളുടെ ജീവൻ അവൾക്ക് തിരിച്ചു കിട്ടുന്നു. കഴുത്തിലെ ആ 3 മുറിപ്പാടുകളിലൂടെ അവൾക്ക് ശ്വസിക്കാൻ കഴിയുന്നു. അങ്ങനെ അവർ വീണ്ടും ഒന്നാകുന്നിടത്ത് സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ ഗൈസ്, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കമൻറ്റിൽ പറയാം. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.